ഞാൻ പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ചില അൾസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചിലപ്പോൾ കുറയുന്നത് കാണാം. ഈ കൂടുന്ന സമയത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ കഴിക്കാതിരിക്കും. പിന്നീട് പറയും എനിക്ക് അവിടെ പോയിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, എനിക്കത് മാറിയിട്ടില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ കിട്ടും. അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള എന്താണ്? ചില കേസുകളിലാണ് ചില സ്കിൻ കേസുകൾ കൺസിഡർ ചെയ്ത് അതിനുള്ള ചാൻസ് കാണാറുണ്ട്. ചില സ്കിൻ കേസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്ത പാടെ കുറച്ചിപ്പം സ്കിൻ റാഷസ് ഒക്കെ ഉള്ളത് ചിലപ്പം പുറത്തു വരും. ഇപ്പോൾ സോറിയാസിസ് പോലുള്ള കേസസിൽ പിന്നെ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേന് വളരെ കുറച്ച് പീരീഡിൽ മേ ബി 3 ഡേയ്സിലോ 7 ഡേയ്സിലോ ഒക്കെ ആയിരിക്കും അത് സംഭവിക്കാവുന്നത്. പക്ഷെ അതിലും കൂടുതലായിട്ട് അത് വന്നുകൊണ്ടിരുന്നാൽ നമ്മളൊരു റൈറ്റ് പാത്തിലല്ല, ഓർ നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്ന മെഡിസിൻ കറക്റ്റ് അല്ല. ഓക്കെ, അവിടെ നമ്മൾ കറക്ഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും അത് ഇട്ടിട്ട് പോവല്ല വേണ്ടത്. എപ്പോഴും അതേ ഡോക്ടറെ അടുത്തൊന്ന് സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നുകൂടെ എടുക്കുക. ഡോക്ടർ ഇതുപോലെ കൂടുന്നുണ്ട്, അപ്പോൾ 1-2 ദിവസത്തിലാണ് ഡോക്ടർക്ക് അറിയാൻ പറ്റും ഡോക്ടർ കൊടുത്ത മെഡിസിൻ ഈ കണ്ടീഷനിൽ അല്ലെ ഈ പേഷ്യൻറ്റിൽ സ്യൂട്ട് ആകുന്നില്ലയോ, എനിക്ക് മാറ്റണമോ. ഇല്ലെങ്കിൽ മേ ബി ഇൻ 2-3 ഡേയ്സിൽ സബ്സൈഡ് ചെയ്ത് തുടങ്ങുമെന്ന് മനസ്സിലാകും. എന്നിട്ട് മാത്രമേ അതിലൊരു ഡിസിഷൻ എടുക്കാവൂ. പിന്നെ ഇപ്പോൾ ഒരു പെയിൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസോ അതൊന്നും കൂടാറില്ല. അതൊന്നും കറക്റ്റ് മെഡിസിൻ ആണെങ്കിൽ കൂടാറില്ല. പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്, ഇതിനകത്ത് പ്രിസർവേറ്റീവ് ചേർന്നിട്ടാണ് ഇപ്പം കഷായങ്ങളോ കാര്യങ്ങളോ വരിക. ഇപ്പം ഗ്യാസ്ട്രിക് കേസ് കൺസിഡർ ചെയ്യുമ്പം നമുക്കിപ്പം എല്ലാ മെഡിസിൻസും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അന്നേരം ഗ്യാസ്ട്രിക് കൂടും. ഈവൻ ദോ നമ്മൾ കൊടുക്കുന്ന ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെഡിസിൻ ആയിരിക്കാം, പക്ഷേ ഗ്യാസ്ട്രൈറ്റിസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അത് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം അതനുസരിച്ച്. മേ ബി ആഫ്റ്റർ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് അത് സെറ്റാവുന്നുണ്ടാവില്ല, ചിലപ്പോൾ അരിഷ്ടങ്ങൾ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പം കൂടില്ല, കുറേ തന്നെ ചെയ്യുക. ഇപ്പം ഗ്യാസ്ട്രിക് കേസ് പെയിന് അതിലൊന്നും കൂടിയിട്ട് കുറയും എന്നൊരു ഇതില്ല. അത് സ്യൂട്ടബിൾ ആയിട്ട് ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ വരുന്നത്. സ്കിന്നിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് സ്കിൻ കേസസ് അത് ഞാൻ പറഞ്ഞത് 2 വീക്സും 3 വീക്സും കഴിഞ്ഞാൽ മാറുക എന്നല്ല. പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ട് ഏത് ഇപ്പോൾ സ്കിൻ കേസിലാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസസിൽ നമ്മൾ അത് ഏത് സിസ്റ്റത്തിലായാലും അലോപ്പതി ആയാലും ആയുർവേദ ഹോമിയോപ്പതി ഏത് സിസ്റ്റത്തിലായാലും അതിൻ്റേതായ ഒരു ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം അവർക്ക് കൊടുക്കണം. ആ ഒരു ടൈം 2 വീക്സോ 3 വീക്സോ മേ ബി 1 to 1.5 months വരെ പോകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അത് കറക്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും.